ബൈക്കിലെത്തി ആക്രമിച്ച് ലോട്ടറിയും പണവും കവർന്നുവെന്ന ലോട്ടറി വിൽപ്പനക്കാരിയുടെ പരാതി വ്യാജമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. സാക്ഷിമൊഴിയുടെയും സിസിടിവി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേസ് നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഗുരുവായൂർ ഐനിക്കുളങ്ങര പരേതനായ കൃഷ്ണന്റെ ഭാര്യ 74 വയസ്സുള്ള തങ്കമണിയാണ് കഴിഞ്ഞ 3-ാം തീയതി പരാതി ഉന്നയിച്ചത്. 2000 രൂപയുടെ ലോട്ടറിയും 500 രൂപയും കവർന്നെന്നും ഇവർ പരാതിയിൽ പറഞ്ഞിരുന്നു. തല പൊട്ടിയ ഇവർക്ക് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. ഇത് 3-ാമത്തെ തവണയാണ് ആക്രമണത്തിനിരയാകുന്നതെന്നും ഇവർ പറഞ്ഞു. ഇതേ തുടർന്ന് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി വിൽപ്പനക്കാർ നഗരത്തിൽ പ്രകടനവും നടത്തി. നഷ്ടപ്പെട്ടുവെന്ന് ഇവർ പറഞ്ഞിരുന്ന ലോട്ടറിയിൽ 12,000 രൂപയുടെ സമ്മാനമുണ്ടായിരുന്നു. ഈ തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. അബദ്ധത്തിലുള്ള വീഴ്ചയിൽ കല്ലിൽ തട്ടി തല പൊട്ടിയതാണെന്ന് പോലീസ് പറഞ്ഞു. അപ്രതീക്ഷിതമായ വീഴ്ചയിൽ ഉണ്ടായ മാനസിക സംഘർഷമാണ് ആക്രമണമെന്ന് തെറ്റിദ്ധരിച്ചതെന്ന് തങ്കമണി പറഞ്ഞു. ഇവരുടെ പ്രായം കണക്കിലെടുത്ത് കൂടുതൽ നടപടിയില്ലാതെ കേസ് തീർക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.